കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 22 വരെയുള്ള ഭാഗമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. നല്ല മനസാക്ഷിയുള്ളവരായി ജീവിച്ചുകൊണ്ട് അനീതിയെ ജയിക്കുവാൻ പത്രോസ് നൽകുന്ന ആഹ്വാനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ്. അതിൽ 13-ാം വാക്യത്തിൽ നന്മ ചെയ്യുന്നതിൽ നാം തീഷ്ണതയുള്ളവരായിരിക്കണം. രണ്ടാമത് കഷ്ടം സഹിക്കേണ്ടി വന്നാലും നീതിക്ക് വേണ്ടി നാം നിലകൊള്ളണം. 14-ാം വാക്യം ക്രിസ്തുവിനെ ഹൃദയങ്ങളിൽ കർത്താവായി ഓർന്നിരിക്കണം. 14-ാം വാക്യം കർത്താവായ യേശുക്രിസ്തുവിനെ എന്ന നിലയിൽ കർത്താവായി ഓർന്നിരിക്കുവാൻ കഴിയും, ശുദ്ധീകരിക്കുവാൻ കഴിയും എന്നുള്ളത് നാം ചിന്തിക്കുകയുണ്ടായി. അതുപോലെ പ്രതിവാദം പറവാൻ, നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്നുള്ളത് നാം കാണുകയുണ്ടായി. 5-ാമത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് നല്ല മനസാക്ഷിയുള്ള ജീവിതം കൊണ്ട് നാം നമ്മെ ദുഷിക്കുന്നവരെ ലജ്ജിപ്പിക്കണം എന്നുള്ളത് നാം കാണുകയുണ്ടായി. നമ്മുടെ പ്രവൃത്തികളെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന നമ്മിലുള്ള ന്യായാധിപനാണ് മനസാക്ഷി. നല്ല മനസാക്ഷി ലഭിക്കുന്നതിന് ഒരു ദൈവവേദന എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയുണ്ടായി. 1 വചനം പഠിക്കണം, 2 ദൈവഹിതം മനസ്സിലാക്കണം, 3 പരിശ്രമിക്കണം, 4 പരിശുദ്ധാത്മാവിന് വിധേയപ്പെടണം, 5 ദുർമനസാക്ഷി മാറണം, അതിന് പാപങ്ങൾ ഏറ്റുപറയണം, വിശ്വസ്തത പുലർത്തണം, 7-ാമത് ഈ കോണ്ടക്സ്റ്റിൽ നിന്ന് സ്നാനപ്പെടുക. സ്നാനപ്പെടുമ്പോൾ കർത്താവിൻ്റെ വകയാണെന്ന് പരസ്യമായി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മനസാക്ഷിയോടെ ജീവിക്കുവാനായിട്ട് ദൈവവേദന കഴിയും എന്നുള്ളത് നാം കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ ചിന്തിക്കുവാനായിട്ടിടയായി. നല്ല മനസാക്ഷി പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു വിശ്വാസിയെ തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ സഹായിക്കും എന്നുള്ളത് നമുക്ക് ഈ ഭാഗം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. അത്തരം ഏത് നിലയിൽ ഒരു വിശ്വാസിയെ പ്രശ്നത്തിന്റെ മധ്യത്തിൽ നല്ല മനസാക്ഷിയുള്ള ഒരു ജീവിതം സഹായിക്കും എന്നുള്ളത് ഒന്ന് ഓർപ്പിച്ച് ഞാൻ മുൻപോട്ട് പോകുവാനായിട്ട് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, നല്ല മനസാക്ഷി ഏത് പ്രശ്നത്തെയും നേരിടാനുള്ള ധൈര്യം ഒരു ദൈവവേദന നൽകും. ഒരു വിശ്വാസിക്ക് നല്ല മനസാക്ഷിയോടെ ജീവിക്കുവാൻ സാധിക്കുമെങ്കിൽ ആ നല്ല മനസാക്ഷി ഏത് പ്രശ്നത്തെയും നേരിടാനുള്ള ധൈര്യം ആ വിശ്വാസിക്ക് നൽകും. നമുക്കറിയാം, റിഫർമേഷൻ ലീഡർ എന്നുള്ള നിലയിൽ സമൂഹത്തിന്റെ മധ്യത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് മാർട്ടിൻ ലൂതർ. ഏതാണ്ട് 6-5-ാം നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ നമുക്കറിയാം, കത്തോലിക്ക സഭയുടെ ദുരുപദേശങ്ങൾ അവര് പഠിപ്പിച്ച, അവരെ ഡോമിനേറ്റ് ചെയ്ത ഒരു കാലമായിരുന്നു. ദൈവത്തിന്റെ വചനം പഠിച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയും തെറ്റും വിവേചിച്ചറിഞ്ഞ മാർട്ടിൻ ലൂതറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ശരി എന്ന് മനസ്സിലാക്കിയപ്പോൾ മാർട്ടിൻ ലൂതറിന്റെ മനസാക്ഷി ആ ശരിക്കു വേണ്ടി നിലകൊള്ളുവാനുള്ള ആ ധൈര്യം തനിക്ക് നൽകുവാനായിട്ടിടയായി. നാം ജർമ്മനിയിൽ കടന്നു ചെന്നാൽ അവിടെ വോംസ് എന്ന് പറയുന്ന സ്ഥലത്ത് മാർട്ടിൻ ലൂതറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് 1521 ഏപ്രിൽ 18-ാം തീയതി എന്നെ വിസ്തരിച്ച കത്തോലിക്ക സഭയുടെ കൗൺസിലിന്റെ മുമ്പാകെ താൻ പറഞ്ഞ വാക്കുകളാണ്: Here I stand, I can do no other, God help me. ഇത് വളരെ തന്റേടത്തോടുകൂടെ, അതുവരെയുള്ള നാളുകളിൽ നമുക്കറിയാം വളരെ അധികാരത്തോടുകൂടെ സകലത്തെ അടിച്ചമർത്തിക്കൊണ്ട് വധശിക്ഷ വരെ നടപ്പാക്കി അന്നത്തെ കത്തോലിക്ക സഭ നിലകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തന്റെ ആ മനസാക്ഷിയെ തന്നെ ധൈര്യപ്പെടുത്തിയപ്പോൾ ആ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ തന്റെ ജീവന് വരെ അപകടം നേരിടാവുന്ന സന്ദർഭത്തിൽ താൻ ധൈര്യത്തോട് പറഞ്ഞത്, ഞാൻ ഇവിടെ നിൽക്കുന്നു. താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് അന്നത്തെ ദൈവാലയത്തിന്റെ ആ വാതിൽ പടികളിലൊക്കെ
വാതിലിലൊക്കെ അത് ആലേഖനം ചെയ്ത് അത് ആൾക്കാർ വായിച്ച് ആൾക്കാർ സത്യം മനസ്സിലാക്കി കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത് പുറത്തു വന്നാണ് പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് ഉണ്ടായത്. താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾക്ക് വേണ്ടി തന്റെ മനസാക്ഷി എന്താണ് ശരി എന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ അസത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനുള്ള ധൈര്യം മാർട്ടിൻ ലൂഥറിന് നൽകിയത് ആ നല്ല മനസാക്ഷിയാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കേരളത്തിലെ വിയോജിത പ്രസ്ഥാനം, ബ്രദർ പ്രസ്ഥാനത്തിന്റെ ഒക്കെ ആരംഭ നാളുകളിൽ സത്യം മനസ്സിലാക്കിയ ദൈവത്തിന്റെ മക്കൾ അവര് അന്നത്തെ സമുദായ സഭകളിൽ നിന്ന് ഓർത്തഡോക്സ്, അതുപോലെ മർത്തോമ, കത്തോലിക്ക സഭകളിൽ നിന്നൊക്കെ വേർപെട്ട് മുൻപോട്ട് കിടന്നു വന്നപ്പോൾ അവർ മനസ്സിലാക്കിയ സത്യത്തിന് വേണ്ടി ധീരമായി നിലകൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞത് അവരെ ധൈര്യപ്പെടുത്തി അവരുടെ മനസാക്ഷിയാണ്. അവർ വചനം പഠിച്ചപ്പോൾ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് വിശകലനം ചെയ്ത് സത്യം മനസ്സിലാക്കിയപ്പോൾ അതിനുവേണ്ടി നിലകൊള്ളുവാൻ അവരുടെ മനസാക്ഷി അവരെ ധൈര്യപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നു. നമുക്കറിയാം, കെ വി സൈമൺ സാറിനെ അന്ന് മർത്തോമ സഭയുടെ കോടതി വിളിച്ച് പരസ്യമായി വിസ്തരിച്ച ചരിത്രം കെ വി സൈമൺ സാർ തന്നെ തന്റെ മലങ്കര ബ്രദറൻ സഭാ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എനിക്ക് ഇന്നും നമുക്ക് വായിക്കാൻ ആ പുസ്തകം കേട്ടോ ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. പ്രസ്ഥാനം ആരംഭിച്ച നമ്മുടെ ആദ്യകാല സഭകളെ കുറിച്ചും ആദ്യകാല പ്രവർത്തകരെ കുറിച്ചും അന്ന് നേരിട്ട പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ സവിസ്തരം താൻ കെ വി സൈമൺ സാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതോ ഒരു വല്യപ്പച്ചൻ തൻ്റെ കൊച്ചുമകൻ ബ്രദറൻ ചരിത്രം പഠിക്കണമെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ചെലവിൽ ആ പുസ്തകം ആരെ കൊണ്ടോ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ പുസ്തകവും ഇന്ന് ലഭ്യമാണ്. ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മുടെ തലമുറകൾക്ക് അത് വളരെ പ്രചോദനമാണ്. എനിക്ക് തോന്നുന്നു ഇടയാറമുള്ള ഇടശ്ശേരിമലയിലുള്ള ഒരു അങ്കിളാണ് തൻ്റെ കൊച്ചുമകന് വേണ്ടി ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ച് പബ്ലിഷ് ചെയ്ത് ഇംഗ്ലീഷ് ഭാഷയിൽ അത് ലഭ്യമാണ്. എന്നിട്ട് ആ പുസ്തകം നാം വായിക്കുമ്പോൾ അന്ന് ശിശുസ്നാനത്തിനെതിരെ വിശ്വാസ സ്നാനത്തിന് അനുകൂലമായി മർത്തോമ സഭയുടെ ദുരുപദേശങ്ങൾക്കെതിരെ വളരെ ശക്തമായി കെ വി സൈമൺ സാർ പ്രതികരിച്ചപ്പോൾ അന്ന് മർത്തോമ സഭയുടെ കോടതി തന്നെ വിളിച്ച് വിസ്തരിച്ച വിസ്താരം, തന്നോട് ചോദിച്ച ചോദ്യങ്ങളും അതിന് താൻ പറഞ്ഞ ഉത്തരവുമൊക്കെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉപദേശപരമായ വിഷയങ്ങളിൽ നമുക്ക് തറവാകാൻ അങ്ങനെയുള്ള പുസ്തക വായനയൊക്കെ നമ്മെ സഹായിക്കും. ആ മർത്തോമ സഭയുടെ കോടതിയുടെ മുമ്പാകെ ധൈര്യത്തോടുകൂടെ നിൽക്കുവാൻ കെ വി സൈമൺ സാറിനെ സഹായിച്ചത് തനിക്ക് ലഭിച്ച ആ നല്ല മനസാക്ഷിയായിരുന്നു. രണ്ടാമത്, ഈ നല്ല മനസാക്ഷി നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് സമാധാനം നൽകുവാൻ ഇടയായിട്ട് തീരും. നല്ല മനസാക്ഷി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം നൽകും. നമുക്ക് നമ്മുടെ ഉള്ളിൽ സമാധാനമുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് നേരിടുന്ന ഏത് പ്രശ്നത്തെയും നേരിടുവാനായിട്ട് നമുക്ക് കഴിയും. എന്നാൽ അകമേ സമാധാനമില്ലെങ്കിൽ നമുക്ക് ക്രൈസ്തവ സാക്ഷ്യം ശരിയായ നിലയിൽ സമൂഹമധ്യത്തിൽ പാലിക്കുന്നതിന് കഴിയുകയുമില്ല. മൂന്നാമത്, ഭയരഹിതമായ ഒരു ജീവിതം നമുക്ക് ഈ സമൂഹത്തിൽ നൽകുവാനായിട്ട് ഈ നല്ല മനസാക്ഷി ആവശ്യമാണ്. ഒന്നാമത്, ഏത് പ്രശ്നത്തെ നേരിടാനുള്ള ധൈര്യം നൽകും, നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് സമാധാനം നൽകും. മാത്രമല്ല, ഭയരഹിതമായ ഒരു ജീവിതം നമുക്ക് നൽകുവാൻ ഈ നല്ല മനസാക്ഷിക്ക് സാധിക്കും. അതുകൊണ്ടാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്, നാം വചനം പഠിക്കുമ്പോൾ, ദൈവഹിതം മനസ്സിലാക്കുമ്പോൾ, പരിശ്രമിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുമ്പോൾ, ദുർമനസാക്ഷി നീങ്ങുമാറ് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, ദൈവസന്നിധിയിൽ വിശ്വസ്തത പുലർത്തുമ്പോൾ നമുക്ക് നല്ല മനസാക്ഷിയോടുകൂടെ സമൂഹത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയും. ഭയരഹിതമായ ഒരു ജീവിതം നയിക്കുവാൻ ഈ നല്ല മനസാക്ഷി നമ്മെ സഹായിക്കും. നമ്മൾ 118 സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 118 സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യം നമ്മളിവിടെ വായിക്കുന്നത് എന്താ? യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? വചനം മനസ്സിലാക്കുമ്പോൾ, വചനത്തിൻ്റെ സത്യം മനസ്സിലാക്കുമ്പോൾ, വചനത്തിൻ്റെ ശരി മനസ്സിലാക്കുമ്പോൾ
ആ ബോധ്യത്തിൽ നല്ല മനസാക്ഷിയോടുകൂടെ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഭയരഹിതമായി ഏതിനെയും നേരിടുവാനായിട്ടുള്ള ധൈര്യം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ദൈവം നമ്മെ സഹായിക്കട്ടെ. നല്ല മനസാക്ഷിയുള്ളവരായി ആ സമൂഹത്തിൽ ദൈവമക്കൾ എന്നുള്ള നിലയിൽ ജീവിക്കുവാൻ നമ്മെ ദൈവം ധാരാളമായി ഈ നാളുകളിൽ സഹായിക്കട്ടെ. ആറാമതായിട്ട് നമുക്ക് നല്ല മനസാക്ഷിയുള്ള ജീവിതം നയിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ഒരു കാര്യം അവിടെ അതിൻ്റെ 17-ാം വാക്യത്തിൽ 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പത്രോസ് ഓർപ്പിക്കുന്നത്, നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നല്ലത്. കഷ്ടം സഹിക്കുക എന്നത് ദൈവഹിതമെങ്കിൽ പത്രോസ് ഓർപ്പിക്കുന്നത് നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുക. അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ കാര്യം നമ്മൾ കൂടുതൽ അത് വിശദീകരിച്ച് 12 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് നൽകിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നാം തെറ്റ് ചെയ്തിട്ട് കഷ്ടം സഹിക്കുക എന്നുള്ളതല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ താൻ ഓർപ്പിക്കുന്നത് നന്മ ചെയ്തിട്ട്, 17-ാം വാക്യത്തിൽ നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നല്ലത്. തിന്മ ചെയ്തിട്ടല്ല, പിന്നെ നന്മ ചെയ്തിട്ട്. അവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ. കഷ്ടത എന്ന് പറയുന്നത് അത് ദൈവഹിതപ്രകാരം ദൈവം നൽകുന്നതാണ്. നമ്മൾ വിശ്വാസികളായിട്ട് ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും വിശ്വാസികളാണ്, എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, കൊച്ചു കുഞ്ഞുങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, പട്ടം സഭയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നവരാണ്, തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നവരാണ്, ദൈവവചനപ്രകാരം ജീവിക്കുന്നവരാണ്, ദൈവവചനത്തിൻ്റെ പ്രബോധനങ്ങളൊക്കെ അനുസരിക്കുന്നവരാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. ചില ദൈവമക്കൾക്ക് ഒരു പ്രശ്നവുമില്ല, രോഗമില്ല, മറ്റ് മക്കളെ കൊണ്ട് പ്രശ്നമില്ല, അല്ലെങ്കിൽ ഭാര്യയെ കൊണ്ട് പ്രശ്നമില്ല, ഭർത്താവിനെ കൊണ്ട് പ്രശ്നമില്ല, നാട്ടുകാരെ കൊണ്ട് പ്രശ്നമില്ല, സന്തോഷത്തോടെ ജീവിക്കുന്ന ധാരാളം ദൈവമക്കളുണ്ട്. അപ്പോൾ തന്നെ ചില ദൈവമക്കൾക്ക് എന്തുണ്ട്? പ്രശ്നങ്ങളുണ്ട്. രോഗത്തിൻ്റെ പ്രശ്നമുണ്ട്, ചില ഭർത്താക്കന്മാർ പ്രശ്നക്കാരാ, ചില ഭാര്യമാർ പ്രശ്നക്കാരാ, ചില മക്കൾ പ്രശ്നക്കാരാ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ. എല്ലാവർക്കും പ്രശ്നം വരണമെന്നില്ല. കാരണം ഇവിടെ പത്രോസ് നമ്മെ ഓർപ്പിക്കുന്ന എന്താ? നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും സഹിക്കണം. അതിൽ ദൈവഹിതപ്രകാരമാണ് ഒരു ദൈവപൈതലിന് കഷ്ടത വരുന്നത്. അതിൽ എല്ലാവർക്കും കഷ്ടത വരണമെന്നില്ല. ഇതിന് ചിലർക്ക് കഷ്ടത വരുന്നത് ദൈവഹിതപ്രകാരമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊന്ന് ഓർപ്പിച്ചതാണ്. ദൈവഹിതപ്രകാരം ദൈവം കഷ്ടത നൽകുമ്പോൾ അതിനും ഒരു ലക്ഷ്യമുണ്ട്. നമ്മൾ പൗലോസിൻ്റെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ നോക്കിയ 2 കൊരിന്ത്യർ 1-ാം അധ്യായം, 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ, മനസ്സിലുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടമനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു.
നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികളെന്നറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. നോക്ക, എന്തുകൊണ്ട് വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം കഷ്ടത അനുവദിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ ശക്തമായ ഒരു തെളിവ് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നു. നോക്കിയേ, താൻ പറയുകയാണ്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്, പിതാവായ ദൈവം, മനസ്സിലുള്ള പിതാവ്, സർവാശ്വാസവും നൽകുന്ന പിതാവായ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. എന്തിനാ ദൈവം കഷ്ടത നൽകുന്നത്? പൗലോസ് പറയുകയാണ്, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് കഷ്ടങ്ങൾ നൽകുമ്പോൾ, കഷ്ടത നൽകുമ്പോൾ അതിന് ലക്ഷ്യമെന്താ? താൻ ഇവിടെ പറയുകയാണ്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന്. അപ്പം അമ്മ മരിച്ച ഒരാളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നുള്ളത് ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു. ഒരു മാതാവ് മരിക്കുമ്പോൾ ആ മകൻ്റെ അല്ലെങ്കിൽ മക്കളുടെ വേദന എന്തെന്ന് മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കുവാൻ ആ അവസ്ഥയിലൂടെ കടന്നു പോയതുകൊണ്ട് എനിക്ക് കഴിയും. ഭാര്യ മരിച്ച, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച, അല്ലെങ്കിൽ മക്കൾ മരിച്ച, അല്ലെങ്കിൽ പിതാക്കന്മാർ മരിച്ച ആ അനുഭവത്തിലൂടെ കടന്നുപോയ വ്യക്തികൾക്ക് അതേ അനുഭവത്തിലൂടെ മറ്റുള്ളവർ കടന്നു പോകുമ്പോൾ അവരെ ആശ്വസിപ്പിക്കേണ്ട നിലയിൽ ആശ്വസിപ്പിക്കുവാൻ അവർക്ക് കഴിയും. കാരണം അവർ ജീവിതത്തിൽ അത് അനുഭവിച്ചറിഞ്ഞവരാണ്. അതാ പൗലോസ് ഇവിടെ പറയുന്നത്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടത്. ഇവിടെ പത്രോസിന്റെ ലേഖനത്തിൽ 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ നമ്മൾ 17-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്, നിങ്ങൾ കഷ്ടം സഹിക്കണമെന്നത് ദൈവഹിതമെങ്കിൽ. നമ്മെക്കുറിച്ച് കഷ്ടത ദൈവഹിതമെങ്കിൽ പത്രോസ് ഓർപ്പിക്കുന്നത് എന്താ? നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് കഷ്ടത വാങ്ങിയെടുക്കുവാനല്ല, തിന്മ ചെയ്തിട്ട് കഷ്ടത ലഭിക്കുകയല്ല, മറിച്ച് നന്മ ചെയ്തിട്ട് കഷ്ടത സഹിക്കുന്നത് ഏറ്റവും നല്ലത്. അതിവിടെ പത്രോസ് വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്, കഷ്ടം സഹിക്കുക എന്നത് ദൈവഹിതമെങ്കിൽ നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുക. 13-ാം വാക്യം മുതൽ, 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് നൽകിയ ചിന്തകൾ നമ്മൾ കണ്ടു. നന്മ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ളവരാകുക, കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുക, അതുപോലെ തന്നെ പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുക, നല്ല മനസാക്ഷിയോടുകൂടെ ജീവിക്കുക, കഷ്ടത സഹിക്കുക, നീതിക്ക് വേണ്ടി കഷ്ടത സഹിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ചിത്രീകരണമാണ്, അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷനാണ് 18 മുതലുള്ള വാക്യങ്ങളിൽ ഇവിടെ പത്രോസ് നൽകുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊന്ന് വായിച്ചതാണ്. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. ആ 18-ാം വാക്യം നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷയേൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. JME റോസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദാസൻ ആ 18-ാം വാക്യത്തെക്കുറിച്ച് തൻ്റെ കമൻ്ററിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, വൺ ഓഫ് ദ ഷോർട്ടസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് and yet one of the richest summaries given in the New Testament of the meaning of the cross of Christ. ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അർത്ഥം വളരെ ചുരുക്കമായി, വളരെ ലളിതമായി, അതിൻ്റെ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന നിലയിൽ ഒറ്റ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വചനത്തിലെ ഒരു ഭാഗമാണ് 18-ാമത്തെ വാക്യം. ക്രിസ്തു
നമ്മെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷയേൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. കർത്താവ് ആരാണ്? കർത്താവ് എന്തായിത്തീർന്നു? ആർക്കു വേണ്ടി കർത്താവ് മരിച്ചു? നമ്മെ അത് മുഖാന്തരം എന്താക്കി തീർത്തു? അവിടുത്തെ മരണം, ഉയർത്തെഴുന്നേൽപ്പ്, അവിടുത്തെ എല്ലാ കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തു മാനവജാതിക്ക് വേണ്ടി ചെയ്ത രക്ഷണ്യ പ്രവൃത്തിയുടെ ഒരു സമ്മറി ഒറ്റ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ ഒരു വാക്യമാണ്. ക്രിസ്തുശാസ്ത്രപരമായി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വചനഭാഗമാണ് 18-ാമത്തെ വാക്യം. അന്നേരം ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനമെന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. ഈ ഭാഗത്തെക്കുറിച്ച് വളരെയധികം തർക്കങ്ങൾ നിലവിലുള്ള ഒരു ഭാഗമാണ്. നമ്മൾ വളരെ വ്യാഖ്യാനങ്ങൾ, വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടത് ക്രിസ്തുവിൻ്റെ ആ രക്ഷൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞിട്ട് 19-ാം വാക്യത്തിൽ പറയുകയാണ്, ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. ഇതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 വ്യാഖ്യാനങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കാം. അതിൽ ഒന്നാമത്തെ വ്യാഖ്യാനം, യേശുക്രിസ്തുവിൻ്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും മധ്യേ ക്രിസ്തു ചെന്ന നോഹയുടെ കാലത്തെ ജനങ്ങൾ, ഇന്ന് തടവിൽ കഴിയുന്ന നോഹയുടെ കാലത്തെ ജനങ്ങളോട് താൻ നിവർത്തിച്ച രക്ഷണ്യ വേലയെക്കുറിച്ച് പ്രസംഗിച്ചു. നമ്മളോട് വായിക്കുന്നത് എന്താ? 19-ാം വാക്യം, ആത്മാവിൽ അവൻ ചെന്ന്, കർത്താവ് ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. എന്നിട്ട് അതിന് ഒന്നാമത് ചിലർ കൊടുക്കുന്ന വ്യാഖ്യാനം, യേശുക്രിസ്തുവിൻ്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും മധ്യത്തിലുള്ള സമയത്ത് യേശുക്രിസ്തു ചെന്ന് നോഹയുടെ കാലത്തെ ജനങ്ങൾ അനുസരിക്കാത്തവരായി, അന്ന് നോഹ പ്രസംഗിച്ച വചനം കേട്ട് അനുസരിക്കാത്തവരെ ഇന്ന് തടവിൽ കഴിയുകയാണ്. ന്യായവിധിക്കായി കാത്തുകൊണ്ട് തടവിൽ കഴിയുമ്പോൾ അങ്ങനെ തടവിൽ കഴിയുന്നവരോട് താൻ നിവർത്തിച്ച രക്ഷണ്യ ദൗത്യം എന്താണെന്ന് പ്രസംഗിച്ചു. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഒറ്റ വായനയിൽ നമുക്കങ്ങനെ തോന്നും. അതേ നിലയിൽ തന്നെ വ്യാഖ്യാനിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാനായിട്ട് കഴിയും. എങ്കിൽ നമുക്ക് ന്യായമായ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് അത് നോഹയുടെ തലമുറയിലെ ആത്മാക്കളോട് മാത്രം പ്രസംഗിച്ചു? യേശുക്രിസ്തു പൂർത്തീകരിച്ച രക്ഷണ്യ ദൗത്യത്തെക്കുറിച്ച് നമുക്കറിയാം. ആദ്യം മുതൽ അവസാനം വരെയുള്ള, അല്ലെങ്കിൽ ആദ്യം മുതൽ കർത്താവിൻ്റെ കാലം വരെയുള്ള ധാരാളം പാപികളുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാപികളുണ്ട്. എന്നിട്ട് അതിൽ രക്ഷിക്കപ്പെടാത്തവർ, മാനസാന്തരപ്പെടാത്തവരൊക്കെ എവിടെ കഴിയുകയാണ്? അവർ ന്യായവിധിക്കായി കാത്ത് കഴിയുകയാണ്. അന്നേരം അങ്ങനെ വലിയൊരു സമൂഹം കാത്തിരിക്കുമ്പോൾ എന്തിന് ആ നോഹയുടെ കാലത്തെ ജനങ്ങൾ, ഇന്ന് തടവിൽ കഴിയുന്ന, അല്ലെങ്കിൽ അന്ന് തടവിൽ കഴിയുന്ന നോഹയുടെ കാലത്തെ ജനങ്ങളോട് മാത്രം പ്രസംഗിച്ചു? അതാണ് ആ വ്യാഖ്യാനത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു മറു ചോദ്യം. അതിനവർക്ക് ഉത്തരവില്ല. എന്തിന് അവരോട് മാത്രം പ്രസംഗിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരു ശരിയായ നിലയിലുള്ള ഒരു ഉത്തരം നൽകാനായിട്ട് പലർക്കും കഴിയുന്നില്ല. രണ്ടാമത്തെ വ്യാഖ്യാനം എന്നുള്ളത് റോമൻ കത്തോലിക്ക സഭയുടെ വ്യാഖ്യാനമാണ്. അതേ നിലപാടിലുള്ള ഇതര സഭകളുടെയും വ്യാഖ്യാന രീതിയാണ്. അവർ പറയുന്നത്, ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്
ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വീണ്ടും സുവിശേഷം കേൾക്കുന്നതിനും രക്ഷിക്കപ്പെടുന്നതിനും ആ യാതനാ സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ ഡിപ്പാർട്ടഡ് സ്പിരിറ്റ് ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നോ ശുദ്ധീകരണം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിനും തെളിവായ വചനമാണ്. കാരണം യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോഹയുടെ കാലത്തെ ജനങ്ങൾ അനുസരിക്കാത്തവരായി ന്യായവിധി ലഭിച്ച നോഹയുടെ കാലത്തെ ജനങ്ങളോട് യേശുക്രിസ്തു താൻ തന്നെ പോയി പ്രസംഗിച്ചപ്പോൾ അത് നമുക്ക് തരുന്ന ഉറപ്പ് എന്നുള്ളത് ഒരുവൻ രക്ഷിക്കപ്പെടാതെ പാപിയായി ജീവിച്ച് മരിച്ചാലും മരണശേഷം വീണ്ടും ശുദ്ധീകരണം പ്രാപിച്ച് അവർ പഠിപ്പിക്കുന്ന എന്താ, ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന്, ബെസ്പുർഖാനായിൽ നിന്ന്, ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടാനുള്ള ആ തെളിവാണിതെന്നാണ്. കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ, യാക്കോബ സഭ, ഈ സഭകളിലൊക്കെ അവർ വിശ്വസിക്കുന്നത് ഒരു വ്യക്തി മരിച്ചാൽ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ മരിച്ചാൽ അല്ലെങ്കിൽ കുടുംബത്തിലെ ആരെങ്കിലും മരിച്ചാൽ അവർ പള്ളിയിലെ അച്ഛന് രൂപ കൊടുത്ത് അച്ഛൻ അതിനുവേണ്ടി എന്താ ഒപ്പീസ് എന്ന് പറഞ്ഞ ഏതാണ്ടൊരു പ്രാർത്ഥനയുണ്ട്. അന്നേരം അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, മരിച്ചവരുടെ പേരിൽ സൽക്കർമ്മങ്ങൾ മക്കൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായി, അതുപോലെ തന്നെ മരിച്ച മറ്റ് വിശുദ്ധരായി മരിച്ച പലരുണ്ട്, അവരോട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഈ യാതനാ സ്ഥലത്ത് കഴിയുന്ന അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെടാനുള്ള സ്ഥലത്ത് കഴിയുന്നവരുടെ ആത്മാക്കൾ ശുദ്ധീകരണം പ്രാപിച്ച് അവസാനം അവരെവിടേക്ക് പോകും? സ്വർഗത്തിലേക്ക് പോകുമെന്നാണ്. അതിന് വചനത്തിൽ നിന്നുള്ള ഒരു തെളിവായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഭാഗമാണ് പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ഈ വചനഭാഗം. അതിന് നമുക്ക് എന്ത് മറുപടി പറയാനായിട്ട് കഴിയും? നമ്മൾ മറുപടി പറയണ്ട, അത് കർത്താവായ യേശുക്രിസ്തു തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം നമുക്കറിയാം. ധനവാന്റെയും ലാസറിൻ്റെയും ദൃഷ്ടാന്തം. ധനവാൻ മരിച്ചു, ലാസർ മരിച്ചു. അവിടെ അതിൻ്റെ 24-ാം വാക്യം, 22, ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. 24-ാം വാക്യം, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസറവണ്ണം തിന്മയും പ്രാപിച്ചു എന്നോർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. 26-ാം വാക്യം, അത്രയുമല്ല, നിങ്ങൾക്ക് നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അന്നേരം മരിച്ച ഒരു വ്യക്തി, ധനവാൻ മരിച്ച് യാതനാസ്ഥലത്ത് കഴിയുമ്പോൾ ആ ധനവാന്റെ ആഗ്രഹം ഒരിറ്റു വെള്ളം. അതിന് അബ്രഹാം പിതാവ് കൊടുക്കുന്ന മറുപടി കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതാണ്. എന്താ? നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കലും അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കലും കടന്നു വരുവാൻ ഒരിക്കലും കഴിയുകയില്ല. മാത്രമല്ല, വചനം നമ്മെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 9:27, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അന്നേരം ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിനനുസരിച്ചുള്ള ന്യായവിധിയാണ് അവർക്ക് ലഭിക്കുന്നു. അത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെയാണ്. വിശ്വാസികളെ കുറിച്ച് നമുക്കറിയാം, അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് വിശ്വാസികളുടെ പ്രവൃത്തികൾക്കനുസരിച്ചാണ് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമെങ്കിൽ നരകത്തിലും അങ്ങനെ തന്നെയാണ്.
നോക്കിയേ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നതും കണ്ടു. 12-ാം വാക്യം, മരിച്ചവർ ആഭാരവൃത്തം സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. അതിൻ്റെ 13-ാം വാക്യത്തിൻ്റെ അവസാനം, ഓരോരുത്തനും അവനവന്റെ പ്രവർത്തികൾക്കടുത്ത വിധിയുണ്ടായി. ഈ 20-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ ന്യായം വിധിക്കുന്നത് ആരെയാ? യേശുക്രിസ്തു വെള്ളസിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ന്യായം വിധിക്കുന്നത് ആദ്യം മുതൽ അവസാനം വരെയുള്ള ദുഷ്ടന്മാരെയാ, രക്ഷിക്കപ്പെടാത്തവരെയാ. രക്ഷിക്കപ്പെടാത്തവർ ഉയർത്തെഴുന്നേറ്റ് വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ന്യായവിധിയും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവർ ചെയ്ത പ്രവൃത്തികൾക്ക് അനുസരിച്ചാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ നരകത്തിൽ പോകുന്നവർക്കും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നരകത്തിലെ ശിക്ഷയ്ക്കും വ്യത്യാസമുണ്ട്. അവിടെ കെടാത്ത തീയാണ്, ചാകാത്ത പുഴുവാണെങ്കിലും ആ തീയുടെ ഗ്രേഡിന് വ്യത്യാസമുണ്ട്. നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു തീ, ഇനി ഇരുമ്പ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന തീ, അതിൻ്റെ രണ്ടിനും ഗ്രേഡിന് വ്യത്യാസമുണ്ട്. അത് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും അവർ രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ രാജാവ് എന്ത് പറഞ്ഞു? തീ 7 മടങ്ങ് വർദ്ധിപ്പിച്ച് അവരെ ആ തീയിലേക്ക് വലിച്ചെറിയാനായിട്ടാണ് പറഞ്ഞത്. അവരെ കൊണ്ടുപോയവർ തീക്കിരയായിട്ട് തീരുവാനിടയായിട്ട് തീർന്നു. അന്നേരം നരകത്തിൽ കെടാത്ത തീയാണ്, ചാകാത്ത പുഴുവാണെങ്കിലും അവിടെയും നിത്യകാലം എരിനരകത്തിൽ കഴിയുന്നവർക്കും അനുഭവിക്കുന്ന ചൂടിനും അല്ലെങ്കിൽ ആ ഏൽക്കുന്ന കടിയുടെ ആ കടിക്കുമൊക്കെ ഗ്രേഡ് വ്യത്യാസം തീർച്ചയായിട്ടും കാണും. അത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്ന സത്യമാണ്. കാരണം ആ കത്തോലിക്കരുടെ വ്യൂ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനായിട്ട് കഴിയുകയില്ല. മൂന്നാമത്തെ അഭിപ്രായം എന്നുള്ളത്, നോഹയുടെ കാലത്തെ ജനത്തോട് ആത്മാവിൽ അന്ന് നോഹയിലൂടെ ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രസംഗിച്ചു. നോഹ പെട്ടകം പണിയുന്ന സമയത്ത് നമ്മളിവിടെ വായിക്കുന്ന എന്താ? ആത്മാവിൽ അവൻ ചെന്ന്, പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അന്നനുസരിക്കാത്തവരായി ഇന്ന് തടവിലുള്ളവരോട് പ്രസംഗിച്ചു എന്നാണ്. പ്രസംഗിച്ചതെന്നാ? യേശുക്രിസ്തുവിൻ്റെ മരണത്തിനും അടക്കത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും മധ്യത്തിലല്ല. അന്ന് നോഹയുടെ കാലത്ത് അന്നത്തെ തലമുറയിൽ നോഹ പ്രസംഗിച്ചപ്പോൾ നോഹയിലൂടെ പ്രസംഗിച്ചതാരാ? ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ഒരുവിധപ്പെട്ട കൺസർവേറ്റീവ് സ്കോളേഴ്സായിട്ടുള്ള എല്ലാവരും എടുക്കുന്ന വ്യാഖ്യാനം ആ നിലയിലുള്ള ഒരു വ്യാഖ്യാനമാണ്. അത് അന്ന് അവരോട് മാത്രം പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ, നോഹയുടെ കാലത്തെ ജനങ്ങൾ ഇന്ന് തടവിൽ കഴിയുമ്പോൾ ഇന്ന് അവരോട് പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ എന്തിന് അവരോട് മാത്രം എന്ന ചോദ്യത്തിന് പലർക്കും ഉത്തരമില്ല. കത്തോലിക്കരുടെ ഉപദേശം ദുരുപദേശമാണ്, വചനം അത് അംഗീകരിക്കുന്നില്ല. അതായത് മൂന്നാമത്തെ വ്യാഖ്യാനമാണ്, അന്ന് നോഹയുടെ കാലത്ത് നോഹ പ്രസംഗിച്ചപ്പോൾ അന്നനുസരിക്കാത്തവർ അവരിന്ന് തടവിലാണ്. അന്ന് അവരോട് ആര് പ്രസംഗിച്ചു? നോഹ പ്രസംഗിച്ചപ്പോൾ ആരാ പ്രസംഗിച്ചത്? ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രസംഗിച്ചു. അത് പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് തന്നെ നമുക്കതിന് ഒരു തെളിവ് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. 1 പത്രോസ് 1:11 വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് 10-11, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിനാത്മാവ്
ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. ഇങ്ങനെ പഴയ നിയമ പ്രവാചകന്മാരെ കുറിച്ച് പത്രോസ് പറയുമ്പോൾ, ഈ രക്ഷയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ 11-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നത് എന്താ? അവരിലുള്ള ക്രിസ്തുവിനാത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി കണ്ട് അറിയിച്ചു എന്ന്. അങ്ങനെ പഴയ നിയമ പ്രവാചകന്മാർ പ്രസംഗിച്ചപ്പോൾ ആരാ പ്രസംഗിച്ചെന്നാ പത്രോസ് പറയുന്നത്? ക്രിസ്തുവിൻ്റെ ആത്മാവ്, അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ്. അപ്പോൾ നോഹ പ്രസംഗിച്ചപ്പോൾ നോഹയിലൂടെ ആരാ പ്രസംഗിച്ചത്? നോഹയിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ്. നോഹ പ്രസംഗിച്ചോ? നമ്മൾ പത്രോസിൻ്റെ 2-ാം ലേഖനം ഒന്ന് നോക്കിയേ. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തി കെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും. നോക്കുക, നോഹയെ എന്ത് ചെയ്തു? തൻ്റെ ഭാര്യ, തൻ്റെ 3 മക്കൾ, അവരുടെ ഭാര്യമാർ, അങ്ങനെ 8 പേർ. അത് ഇവിടെ വ്യക്തമായിട്ട് 3-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്ന 3-ാം അധ്യായത്തിൽ പത്രോസ് പറയുന്നുണ്ട്, ആ പെട്ടകത്തിൽ അല്പജനമെന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. എന്നിട്ട് ആ 3-ന്റെ 20-ാം വാക്യവും വ്യക്തമാക്കുന്നത് എന്ന് പ്രസംഗിച്ചു എന്നാ, അന്ന് പ്രസംഗിച്ചു എന്ന്, നോഹയുടെ കാലത്ത് പ്രസംഗിച്ചു എന്ന് 20-ാം വാക്യം വളരെ ശക്തമായി നമുക്ക് തെളിവാണ്. അന്ന് ക്രിസ്തുവിൻ്റെ ആത്മാവ് നോഹയിൽ കൂടെ പ്രസംഗിച്ചപ്പോൾ ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതാ ബാപ്റ്റിസ്മൽ റീജനറേഷൻ, സ്നാനത്തിലൂടെ രക്ഷ എന്ന് പറയുന്നവർ ഈ ഭാഗം ചൂണ്ടിക്കാണിക്കാറുണ്ട്. പക്ഷേ ഇവിടെ വെള്ളമാണോ അവരെ രക്ഷിച്ചത്? സ്നാനത്തിലൂടെ രക്ഷയെങ്കിൽ വെള്ളം രക്ഷിച്ചെന്ന് പറയും. പക്ഷെ ഇവിടെ വെള്ളമാണോ അവരെ രക്ഷിച്ചത്? അവർ പെട്ടകത്തിൽ കയറിയോണ്ട് എന്താ അവരെ രക്ഷിച്ചത്? ആരാ അവരെ രക്ഷിച്ചത്? പെട്ടകമാണ് അവരെ രക്ഷിച്ചതല്ല, വെള്ളമല്ല രക്ഷിച്ചത്. ഇവിടെ നോഹ പ്രസംഗിച്ചപ്പോൾ നോഹയിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് അന്നത്തെ തലമുറയിലെ ജനത്തോട് പ്രസംഗിച്ചു. അവരാ പ്രസംഗം തള്ളിക്കളഞ്ഞു. എന്താ? വലിയൊരു മഴ വരാൻ പോകുന്നു, വെള്ളപ്പൊക്കം വരാൻ പോകുന്നു, സകലവും നശിക്കാനായിട്ട് പോകുന്നു. അന്നേരം അവർ നോഹയെ കളിയാക്കി. കാരണം ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം സംഭവിക്കുവാൻ പോകുന്നുവെന്ന് പ്രസംഗിച്ച് കേട്ടപ്പോൾ നോഹയെ അവർ കളിയാക്കി. പക്ഷേ നോഹയും കുടുംബവും രക്ഷ പ്രാപിച്ചു. അന്നത്തെ സമൂഹം നശിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇന്നും നാമും അതല്ലേ പലപ്പോഴും നേരിടുന്നത്. ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്, കെടാത്ത തീ, ചാകാത്ത പുഴുവിൻ്റെ അനുഭവം. അതിനായിട്ട് ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഏകലോക രക്ഷിതാവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, അല്ലെങ്കിൽ നരകമുണ്ട് എന്ന് നാം പ്രസംഗിക്കുമ്പോൾ അന്ന് നോഹയെ കളിയാക്കിയതുപോലെ ഇന്നത്തെ നമ്മുടെ സമൂഹം നമ്മെ കളിയാക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്. സ്വർഗമെവിടെ, നരകമെവിടെ, നിങ്ങൾ സ്വർഗത്തിൽ പോയിട്ടുണ്ടോ, നരകത്തിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മെ പരിഹസിക്കുമ്പോൾ തീർച്ചയായിട്ടും നോഹയുടെ ജീവിതം, നോഹയുടെ ശുശ്രൂഷ, നോഹയുടെ പ്രസംഗം അതെപ്പോഴും നമുക്ക് ഒരു ധൈര്യമായിരിക്കട്ടെ, ഒരു ആവേശമായിരിക്കട്ടെ. നല്ല മനസാക്ഷിയോടുകൂടെ ദൈവം തന്നോട് സംസാരിച്ചപ്പോൾ ആ ദൗത്യം ഏറ്റെടുത്ത്, ആ ദൗത്യത്തിനായി നിലകൊണ്ട്, ആ ദൗത്യം പൂർത്തീകരിച്ച് അതിൻ്റെ ഫലമായി താനും തൻ്റെ കുടുംബവും രക്ഷപ്പെട്ടതുപോലെ ഇന്നും നല്ല മനസാക്ഷിയോടുകൂടെ കർത്താവിൻ്റെ സാക്ഷികളായി ജീവിച്ച് കർത്താവിന് പ്രയോജനപ്രദമായ നിലയിൽ ജീവിച്ചുകൊണ്ട് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തമായി ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് കഷ്ടമനുഭവിച്ചു, കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. പിന്നെന്ത് സംഭവിച്ചു? നോക്കിയേ, എൻ്റെ 22-ാം വാക്യം, 21-ന്റെ അവസാനവും
ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, അതോടുകൂടെ അവൻ തീർന്നില്ല. പത്രോസ് പറയുക, അവന് കർത്താവ് ഉയർത്തെഴുന്നേറ്റു, പുനരുത്ഥാനം ചെയ്തു, അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത്, പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. അത് ഈ കഷ്ടമനുഭവിക്കുന്ന വിശ്വാസികൾക്ക് ഒരു ധൈര്യമാണ്. ഇന്ന് നിങ്ങൾ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നു, എന്നും ഈ കഷ്ടതയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുകയില്ല. ഇതിനൊരു അവസാനമുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും അഴിയാത്ത ഒരു അവകാശം നൽകുവാനായി, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത ഒരു അവകാശം നൽകുവാനായി കർത്താവ് വേഗം വരുവാനായിട്ട് പോകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുക എന്നുള്ള ആ പ്രബോധനമാണ്, അവരെ ധൈര്യപ്പെടുത്തുന്ന പ്രബോധനമാണ് ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് നല്ല മനസാക്ഷിയോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ ചിന്തകൾ നമുക്ക് മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.